നമസ്കാരം. നമുക്കറിയാം 2026 സെപ്റ്റംബർ 5-ാം തീയതിയോ 6-ാം തീയതിയോ ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം, മോസ്റ്റ് പ്രോബബ്ലി 5-ാം തീയതി തന്നെ ആയിരിക്കും, മാരുതി സുസുക്കി ബലീനോയുടെ ഫേസ് ലിഫ്റ്റ്, ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. കുറച്ചധികം കാര്യങ്ങൾ ഇന്നിപ്പോൾ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അത് കുറേ കാര്യങ്ങൾ അതിൻ്റെ മെക്കാനിക്കൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുസുക്കി ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ അവരുടെ ഒരുപാട് വാഹനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് റിഫൈൻമെൻറ്റ് ലെവലിൽ ഈ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന 3 സിലിണ്ടർ എൻജിൻ ബാക്കിയുള്ള 3 സിലിണ്ടർ എൻജിനുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണെന്നുണ്ടെങ്കിലും മാരുതി സുസുക്കിയുടെ കയ്യിൽ ഇന്നുള്ള K12N എന്ന് പറയുന്ന എൻജിനുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ബലീനോയിൽ അത്തരത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ബലീനോയിൽ മാരുതി സുസുക്കി സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകളാണ്. അതൊരു ഓൾമോസ്റ്റ് ഒരു 90% നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വാർത്തകളാണ് വെളിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ബലീനോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ഫേസ് ലിഫ്റ്റ് സെപ്റ്റംബർ 5-ന് വരുമ്പോൾ അതിലേക്ക് പോകണമോ അല്ല നിലവിലുള്ള ബലീനോ തന്നെ ഓപ്റ്റ് ചെയ്യണമോ, ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ടൊന്ന് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബലീനോയുടെ ഫേസ് ലിഫ്റ്റ് സെപ്റ്റംബർ 5-ന് വരാൻ പോകുകയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ K12N എന്ന് പറയുന്ന എൻജിനെ നിലനിർത്തും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വിശ്വാസമായിരുന്നു. കാരണം ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് i20യുമായിട്ടാണ്. അപ്പോൾ i20യിലുള്ള 1.2 കാപ്പ എൻജിനെ അത്ര കണ്ട് റിഫൈൻമെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനും നല്ല രീതിക്ക് ട്യൂൺ ചെയ്യാനും ഹ്യുണ്ടായി ശ്രമിച്ചതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന മാരുതി സുസുക്കി ബലീനോയിലുള്ള K12N എന്ന് പറയുന്ന എൻജിൻ തന്നെയാണ്. K12N എന്ന് പറയുന്ന എൻജിൻ നമുക്ക് ഫ്രോങ്സിലും കാണാം, മാരുതി സുസുക്കിയുടെ ബലീനോയിലും കാണാം. അതല്ല വാഗണാറിൻ്റെ ടോപ്പ് എൻഡ് വേർഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന എൻജിൻ തന്നെയാണ്. മാരുതി സുസുക്കി ഇപ്പോൾ അവരുടെ 4 സിലിണ്ടർ എൻജിനുകളെ കട്ട് ഷോട്ട് ചെയ്തിട്ട് 3 സിലിണ്ടർ 1.2 1200 cc തന്നെയാണ്, 1.2 ലിറ്റർ തന്നെയാണ്. എന്നാൽ 3 സിലിണ്ടർ എഞ്ചിനായ സെറ്റ്വൽ ഇയിലേക്ക് ഒരുപാട് വാഹനങ്ങളെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾക്ക് സെറ്റ്വൽ ഇ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വന്ന ഒരു വാഹനമായ സ്വിഫ്റ്റിൽ വരെ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ കൊടുത്തു. 81 PS പവറും അപ്രോക്സിമേറ്റ്ലി 111 Nm ടോർക്കുമാണ് ആ ഒരു എൻജിൻ ഡെലിവറി ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു വാഹനം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ബലീനോ. പക്ഷേ അതിൽ ഈ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വാർത്ത 90% സത്യത്തിനോടടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളത് കൺഫേം ചെയ്യുന്നില്ല. ഇത്തരത്തിൽ 90% അതിന് ഒരു നിജസ്ഥിതി ഉണ്ട് എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ വരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു എൻജിൻ ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ജനറേറ്ററായിട്ട് അതിനെ മാത്രം നമ്മൾ കണ്ടാൽ മതി. പക്ഷേ ഈ ഒരു എൻജിനാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വാഹന നിർമ്മാണ കമ്പനികൾക്ക് ലാഭം തന്നെയാണ് മുഖ്യം. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ മാരുതി സുസുക്കിയുടെ ബലീനോയുടെ സെയിൽ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊണോപ്പൊളി അവർ നിലനിർത്താൻ പോവുകയാണ്. പാരലായിട്ട് തന്നെ ടൊയോട്ടയുടെ ഗ്ലാൻസിയിലും ഈ ചേഞ്ച് വരും. കാരണം മാരുതി സുസുക്കിയുടെ ഈ വാഹനം തന്നെയാണ് ടൊയോട്ട റീബാഡ് ചെയ്ത് ഗ്ലാൻസി ആയിട്ട് വിൽക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഈ പറയുന്ന സ്ട്രോങ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെയുള്ള വാഹനങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ജനറേറ്ററായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു എൻജിനാണ് ഈ സെറ്റ്വൽ ഇ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ ആ എൻജിനെ തന്നെ ഒരു മൈൽഡ് ഫേസ് ലിഫ്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ആ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് ഈ ഒരു എൻജിനെ കൊണ്ടുവന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തെ, അതായത് ഫ്രോങ്സ് ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ബലീനോ ആയിക്കോട്ടെ, അതിനെല്ലാം ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്
വൈബ്രേഷൻ ലെവൽ വളരെയധികം കുറവുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ലോ ആൻഡ് ടോർക്കൊക്കെയുള്ള മികച്ച ഒരു എഞ്ചിനാണ് കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിൻ. അതുകൊണ്ട് തന്നെ അതിനെ റീപ്ലേസ് ചെയ്ത് സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ വരുമ്പോൾ തന്നെ ബലീനോ എന്ന് പറയുന്ന വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ബലീനോയുടെ പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നും 4 സിലിണ്ടർ എഞ്ചിൻ മാറ്റിയിട്ട് സ്വിഫ്റ്റിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല സെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്രോങ്സിൽ ഈ ഒരു എഞ്ചിൻ നിലനിർത്തും എന്നുള്ളതാണ്. അറിയില്ല, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫ്രോങ്സിനും ഒരു അപ്ഡേഷൻ വരും. അപ്പോൾ ഈ ഒരു എഞ്ചിൻ അതിലേക്കും കൊണ്ടുവരും. അതായത് സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ അതിലേക്കും കൊണ്ടുവരും. കാരണം ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് പണം മുടക്കുള്ള ഒരു കാര്യം തന്നെയാണ്. മാരുതി മാക്സിമം അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഈ പ്രീമിയം നേച്ചർ ഇനി അങ്ങോട്ട് സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ മാക്സിമം വരുമ്പോഴത്തേക്കും ഈ 4 സിലിണ്ടർ എഞ്ചിനുകളുടെ, എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായി മാത്രമാണ് ഇപ്പോൾ അവരുടെ മിക്കവാറും എല്ലാ പെട്രോൾ എഞ്ചിനിലും പെട്രോൾ എഞ്ചിനൊക്കെ 4 സിലിണ്ടർ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കാപ്പ എഞ്ചിൻ 1.2 മാക്സിമം നമ്മുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആ ഒരു എഞ്ചിൻ മാക്സിമം ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ലോവൻ്റെയൊക്കെ അത്രമേൽ നന്നാക്കി കമ്പനി കൊണ്ടു നടന്നത് ഈ പറയുന്ന മാരുതിയുടെ എഞ്ചിനുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അഡാസിൻ്റെ പ്രൊവിഷൻ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ബലീനോ. എന്തിനാണ് അഡാസ് കൊണ്ടുവരുന്നത് എന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഫ്രണ്ട് ഗ്രില്ലിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോഗ് ലാമ്പിൻ്റെ പ്ലേസ്മെൻറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ പാറ്റേണിലായിക്കോട്ടെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്കറിയാവുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. അലോയ് വീൽസിൻ്റെ പാറ്റേണിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ലേഔട്ടൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ യുഐയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എങ്ങനെയാണോ ബ്രസയുടെ ഫേസ് ലിഫ്റ്റിനെ അവർ ട്രീറ്റ് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മാരുതി സുസുക്കി ബലീനോയുടെ ഫേസ് ലിഫ്റ്റിനെയും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, CNGയിൽ 5 സ്പീഡ് AMD വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനവും ടാക്സി സെഗ്മെൻറ്റിൽ നമ്മൾ കണ്ടാൽ അതിശയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം 38 മാസം കൊണ്ട് 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തു എന്നുള്ള വാർത്തയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഗുജറാത്തിലെ മാരുതി സുസുക്കിയുടെ പ്ലാന്റിൽ നിന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ കയറ്റുമതി നടന്നത്. സക്സസ്ഫുൾ ആയിട്ട് 2 ലക്ഷത്തിന് മുകളിൽ 38 മാസം കൊണ്ട് അവർക്ക് കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് K15C എന്ന് പറയുന്ന എഞ്ചിനാണ് ഫ്രോങ്സിൽ ഉള്ളത്. അതായത് കയറ്റുമതി ചെയ്യുന്ന, ജപ്പാനിലേക്ക് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ഫ്രോങ്സിനകത്ത് ഇരിക്കുന്നത് K15C എന്ന് പറയുന്ന നമ്മുടെ ബ്രസയിലേക്ക് ഇരിക്കുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. 1500 cc ആണ്, 1.5 ലിറ്ററാണ് അവിടെ വരുന്നത്. പക്ഷേ നമുക്ക് തരുന്നത് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ കേറ്റൽ എൻ എന്ന് പറയുന്ന എഞ്ചിനാണ്. അതിൻ്റെ ഭാവിയും ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മാരുതി സുസുക്കി ബലീനോയുടെ ഹൃദയം എഞ്ചിൻ 4 സിലിണ്ടറിൽ നിന്നും 3 സിലിണ്ടറിലേക്ക് മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, CNGയിൽ AMT ട്രാൻസ്മിഷൻ ഫസ്റ്റ് ടൈം മാരുതി സുസുക്കി ഈ ഒരു കാറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന ബലീനയ്ക്ക് തീർച്ചയായിട്ടും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.